ഹായ് ഫ്രണ്ട്സ്, ടി ആൻഡി കുട്ടീസിൻ്റെ അത്തപ്പൂക്കള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുവോണം. ടി ആൻഡി കുട്ടീസിൻ്റെ തിരുവോണ മംഗളങ്ങൾ ഹൃദയം പോലെ ഞാൻ നേരുന്നു. കുട്ടികളും ചെറുപ്പക്കാരും പണ്ട് തൊടിയിലേക്കിറങ്ങി പൂക്കൾ പിച്ചുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് ചേക്കേറുന്ന കാലം. ഇപ്പോൾ ജോലി തിരക്കുമൊക്കെയായിട്ട് സദ്യ ഉണ്ടാക്കാനും പൂക്കളമിടാനും ആർക്കും സമയമില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോ അതൊന്നുമല്ല. നമ്മുടെ ടി ആൻഡി കുട്ടീസിൻ്റെ ഒരു കൊച്ചു പൂക്കള വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത്. പ്രകൃതി രമണീയമായ ഈ പാടത്തു നിന്ന് കുറച്ച് മനോഹരമായ പൂക്കൾ പിച്ചെടുക്കാനായിട്ടാണ് നമ്മളിന്ന് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ മനോഹരമായ കുറേ കൊങ്ങിണിപ്പൂക്കളും ചെമ്പരത്തി പൂക്കളും മറ്റ് കുഞ്ഞു പൂക്കളുമൊക്കെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. നമുക്ക് ആദ്യം തന്നെ മനോഹരമായ കുഞ്ഞു പൂക്കൾ പിച്ചിയെടുക്കാം. എന്നാലും ഞാനും പപ്പായും കൂടെ രണ്ടും കൽപ്പിച്ചാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. പപ്പായ എന്നാ കാര്യമുണ്ടായിരിക്കും കൂടെക്ക് നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കേട്ടോ. അതുകൊണ്ട് ഞാനും പറഞ്ഞു നമുക്ക് ഇന്ന് ഇങ്ങോട്ട് തന്നെ വരാമെന്ന്. ഇനി നമുക്ക് പെട്ടെന്ന് പൂക്കളെ പിച്ചിയെടുക്കാവേ, മഴ കൂടുന്നുണ്ടേ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ അത്തപ്പൂക്കളം ഇട്ടോ? ഇട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ടകടകടകേന്ന് പറിച്ചോ, ഭയങ്കര മഴ വരുന്നു. ഓക്കെ ഗൈസ്, താഴോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. ബട്ട് പൂക്കെ പറിച്ച് വീട്ടിൽ വന്നു. നമ്മൾ ഫൈനലി തുടക്കം ഇടുവാണ്. നമ്മൾ നടുക്ക് വെച്ചിരിക്കുന്ന ഡാലിയാണ്. പിന്നെ നമ്മൾ പിച്ചിക്കൊണ്ട് വന്ന നമ്മുടെ കൊങ്ങിണിപ്പൂ ഇല്ല, അതിട്ടു. നമ്മൾ പിന്നെ ചേച്ചിയുണ്ട് കൂടത്തിൽ. നമ്മളെല്ലാവരും നല്ല ഹാപ്പിയാണ്. അപ്പം എല്ലാവർക്കും ഒരു അടിപൊളി സൂപ്പർ ഹാപ്പി വേണം. നമുക്ക് പെട്ടെന്ന് ഇടുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യാം. ആദ്യം നമുക്ക് കൊങ്ങിണിപ്പൂ ഇങ്ങനെ അടച്ചെടുക്കാവേ. നമ്മളെ പണികൾ പുരോഗമിക്കുന്നു. എത്രത്തോളം ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ? ഒടിച്ചിട്ട് അതിൻ്റെ ബാക്കി പോകണേ. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? നിങ്ങളുടെ വീട്ടിലും അത്തപ്പൂക്കൾ ഇടുന്നുണ്ടോ? പറയൂ പറയൂ പറയൂ. മതി മതി മതിയോ? അല്ല, അടുപ്പിച്ച് വെച്ചോ, കുഴപ്പമില്ല. വേറെ മതി. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ അത്തപ്പൂക്കളത്തിന്റെ വർക്ക് ഇവിടെ ഫുള്ള് പൂർണ്ണമായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പോഴൊക്കെ ഉണ്ടല്ലോ അത്തപ്പൂക്കൾ ഇടണമെങ്കിൽ അന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂക്കൾ കടയിൽ നിന്ന് ഒരുപാട് പൈസകൾ മുടക്കി മേടിച്ചാണ് പലരും അത്തപ്പൂക്കൾ ഇടുന്നത്. സ്വന്തം തൊടയിൽ നിന്ന് പറിച്ച് ഇടുന്നവർ വളരെ കുറവാണ്. നമ്മളുമാണെങ്കിലും പറമ്പിൽ നിന്നൊക്കെ ശേഖരിച്ചും നല്ല മനോഹരമായിട്ട് നാച്ചുറലായിട്ടാണ് നമ്മൾ അത്തപ്പൂക്കൾ ഇടുന്നത്. പകിട്ടാർന്ന പൂക്കളങ്ങളും പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളും മിഴിവേകുന്ന ഈ ചിങ്ങപ്പുലരിയിൽ ചെറിയ പിണക്കങ്ങളും ഒട്ടേറെ ഇണക്കങ്ങളുമായി കടന്നുപോയ പഴയ കാലം നമുക്ക് ഒരുമിച്ച് ഓർക്കാം. ടി ആൻഡി കുട്ടീസിന്റെ ഹൃദ്യമായ ഓണാശംസകൾ. നന്ദി.